നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ആമയിഴഞ്ഞ തോട്ടിൽ അകപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ജോയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അതിൽ വളരെ സാഹസികമായി ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വേണ്ടി തെരച്ചിൽ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. മനുഷ്യൻ അറയ്ക്കുന്ന അഴുക്കുചാലിനിടയിൽ കൂടെ പോലും ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ നടത്തി തെരച്ചിൽ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഈ തെരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഒന്ന് കടലിൽ കുളിച്ചിട്ട് വരൂ എന്നാണ് ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരോട് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരോട് ഡോക്ടേഴ്സ് സീ ബാത്തിനെ കുറിച്ച് പറഞ്ഞത്? അതുകൊണ്ട് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റുകളാണ് അവർക്ക് കിട്ടുന്നത്? ഡോക്ടർമാർ നിർദ്ദേശിച്ചു സീ ബാത്ത് വേണമെന്ന്. ബസ്സിൽ കയറി നേരെ കോവളത്തേക്ക്. നിങ്ങൾക്കറിയാം, കടൽ വെള്ളത്തിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസിൽസിന് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി വളരെ ഗുണകരമാണ് സീ ബാത്ത്. അതുപോലെ തന്നെ മനസ്സിനും ഒരു സമാധാനം, സ്ട്രെസ്സ് കുറയ്ക്കാനും ഈ സീ ബാത്തിലൂടെ സാധിക്കുമെന്നാണ് ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സീ ബാത്ത് നടത്തിക്കഴിഞ്ഞാൽ ഈ കടലിലുള്ള മിനറൽസും മാഗ്നീഷ്യവും കാരണം നിങ്ങൾക്ക് നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സീ ബാത്ത് എന്നുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കിൻ ഹെൽത്ത്. നമ്മുടെ ത്വക്കിൻ്റെ സംരക്ഷണം നിലനിർത്താൻ വേണ്ടി കടൽ വെള്ളത്തിലുള്ള കുളി വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഡോക്ടേഴ്സ് ഇവരോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാവാം. മനുഷ്യന്മാർ അറയ്ക്കുന്ന അഴുക്കുചാലിലൂടെ ഈ പ്രിയപ്പെട്ട ജോയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ അവരുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ പല ത്വക്ക് രോഗങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അവരോട് ഡോക്ടേഴ്സ് പറഞ്ഞത് നിങ്ങളൊരു സീ ബാത്ത് നടത്തി വരൂ എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സീ ബാത്ത് നടത്തി കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾ, എക്സിമ, അതുപോലെ തന്നെ സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ത്വക്കിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കളെ പുറത്താക്കാനും ഈ സീ ബാത്തിലൂടെ സാധിക്കുമെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ, നമ്മുടെ പ്രതിരോധശേഷിയെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് സീ ബാത്ത്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ വേദനകളെ കുറയ്ക്കാനും ഈ സീ ബാത്തിലൂടെ സാധിക്കുമെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ റെഗുലറായിട്ട് സീ ബാത്ത് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും വലിയ ഹെൽത്ത് ബെനിഫിറ്റാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ഹാർട്ടിൻ്റെ സംരക്ഷണം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സ്ഥിരമായിട്ട് സീ ബാത്ത് നടത്തി കഴിഞ്ഞാൽ. അതുപോലെ സീ ബാത്ത് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന മറ്റൊരു ഹെൽത്ത് ബെനിഫിറ്റാണ് ആങ്സൈറ്റി കുറയ്ക്കുക എന്നുള്ളത്. ഡിപ്രഷൻ, ആങ്സൈറ്റി ഇവയുടെ സിംറ്റംസ് കുറയ്ക്കാൻ വളരെ ഗുണകരമാണ് സീ ബാത്ത്. അതുപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകളോ മറ്റ് ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ കടൽ വെള്ളത്തിൽ ധാരാളം ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുറിവുകളെ, ശരീരത്തിൽ എവിടെ മുറിവുകളുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് അവ ഉണങ്ങാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് സീ ബാത്ത് എന്നുള്ളത്. ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ് സീ ബാത്ത് ഉള്ളത് കൊണ്ടാകാം ഒരുപക്ഷെ ഡോക്ടേഴ്സ് ഇവരോട് പ്രധാനമായിട്ട് പറഞ്ഞത് നിങ്ങളിലൊന്ന് സീ ബാത്ത് നടത്തിയിട്ട് വരൂ എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവയൊക്കെ തന്നെയായിരിക്കാം. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.